ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ച് വൈകി. ചില ദിവസം എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയോട് കൂടിയൊക്കെ ആയിരിക്കും എഴുന്നേൽക്കുക. ചില ദിവസം കുറച്ചൊരു മടിയായിരിക്കും. അപ്പോൾ കുക്കിങ്ങും ബാക്കി കാര്യങ്ങളും ഒക്കെ ഒന്ന് വൈകും. അപ്പോൾ അതേ ഞാൻ ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞ് ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വെളുത്തുള്ളി അതുപോലെ സവാളയൊക്കെ മുറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോന്നോരോന്ന് കട്ട് ചെയ്ത് എടുക്കാനുള്ള ഒരു സമയമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടി നമുക്ക് നല്ല ചെറുതായിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കറി കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാമല്ലോ. ഞാൻ ചിക്കൻ ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് അവിടെ നന്നായിട്ട് കഴുകി മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ്, അതായത് മുഴുവനോട് കൂടിയ മറ്റേ പട്ട, ഗ്രാമ്പൂ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കഷ്ണം പട്ട, ഒരു 3-4 ഏലക്കായ, പിന്നെ ഗ്രാമ്പൂ ഒക്കെയാണ് ഞാൻ ചേർത്ത് കൊടുക്കണത് കേട്ടോ. അതിൻ്റെ അളവൊന്നും കൂടി പോകണ്ട, ഇത്രയൊക്കെ തന്നെ മതിയാവും കേട്ടോ. അത്യാവശ്യം നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അതിൻ്റെ ഒരു പച്ചമണമല്ല, അതിൻ്റെ ഫ്ലേവർ ശരിക്കും ആ ഒരു എണ്ണയിലേക്ക് നന്നായിട്ട് വരണം. അതുവരെ ഒന്ന് എന്താ പറയുക, ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ആ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ എന്താ സവോള അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ഇങ്ങോട്ട് ഗോൾഡൻ ബ്രൗൺ കളറിൽ ആവരണ വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് സോഫ്റ്റായിട്ട് വരണം, ആ ഒരു രീതിയിൽ വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നാടൻ കറികളൊക്കെ ആകുമ്പോൾ കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ ശരിക്കും നല്ലൊരു ടേസ്റ്റൊക്കെ തന്നെ കൊടുക്കുന്നുണ്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ തൊലി കളഞ്ഞ് നമുക്ക് അങ്ങോട്ട് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് മുറിച്ചെടുക്കുമ്പോൾ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് കളറൊക്കെ മാറിപ്പോയില്ലേ. അപ്പോൾ ഇപ്പോൾ ഡ്രൈവിംഗ് പ്രാക്ടീസിന് പോകണ കാരണം രാവിലെ ഡ്രൈവിംഗ് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 4 വീലറും 2 വീലറൊക്കെ പോകുന്നുണ്ട് കേട്ടോ. 4 വീലർ പ്രാക്ടീസിനും 2 വീലർ ഞാൻ പണ്ട് ലൈസൻസ് എടുത്തിരുന്നില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ കുറേ സമയം അങ്ങനെ പോകും. പിന്നെ അതിനുശേഷമാണ് പിന്നെ എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ ഒക്കെ അതിനിടയിലാണ് പിന്നെ കുക്കിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താ പറയുക, ചില ദിവസങ്ങളിൽ അത്രയധികം സമയമൊന്നും ഉണ്ടാവില്ല ഫുഡ് ഉണ്ടാക്കിയെടുക്കാനും അങ്ങനെയൊന്നും. പലപ്പോഴും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഫ്രണ്ട്സ് എന്നുണ്ടെങ്കിലും പരിചയമുള്ളവരൊക്കെ പറയാറുണ്ട്, ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ എല്ലാ ദിവസവും അങ്ങനെയൊന്നും അല്ല കേട്ടോ. എല്ലാവരെയും പോലെ സത്യം പറഞ്ഞാൽ മടി അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ എനിക്കും ഉണ്ട്. എന്താ പറയുക, ഭയങ്കരമായിട്ട് 24 മണിക്കൂറും കിച്ചണിൽ അങ്ങനെയുള്ള ഒരു ആളൊന്നുമല്ല ഞാൻ. വളരെ കുറച്ച് സമയമാണ് ഞാൻ കിച്ചണിൽ സ്പെൻഡ് ചെയ്യുള്ളൂ. പക്ഷേ സ്പെൻഡ് ചെയ്യണ സമയം അത്യാവശ്യം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഞാൻ ചിക്കൻ കഴുകി മാറ്റി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. സവാള ഒന്ന് വഴന്ന് വന്ന സമയത്ത് പിന്നെ ഞാൻ നാളികേരമൊക്കെ ഒന്ന് കൊത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. നാളികേരം ചെറുകിയതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാളികേരം പാലെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നാളികേരം ഇങ്ങോട്ട് കൊത്തിയെടുത്തിട്ട് നാളികേരം പാലെടുക്കുന്ന സമയത്ത് ഒന്നും കൂടി എളുപ്പമാണല്ലോ, ചെറുക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചിക്കൻ അവിടെ ഇരുന്ന് വേവട്ടെ. ഞാൻ ചിക്കനിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ നാളികേരക്കൊത്തൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 1-ാം പാലും 2-ാം പാലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടിയുള്ള നാളികേരപ്പാൽ എടുക്കുക, 1-ാം പാൽ, എന്നിട്ട് പിന്നെ അത് അരിച്ചങ്ങോട്ട് മാറ്റി വയ്ക്കുക. പിന്നെ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ആ ഒരു രീതിയിലാണ് ഞാൻ നാളികേരപ്പാൽ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി നാളികേരം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കറി, ഇപ്പോൾ ഏത് കറിയാണെങ്കിലും ആ ഒരു നല്ലൊരു ടേസ്റ്റൊക്കെ വരുള്ളൂ. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള നാളികേരപ്പാൽ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡറോ കോക്കനട്ട് മിൽക്കോ ഒക്കെ തന്നെ ഉപയോഗിക്കാം. പക്ഷേ ഇതാകുമ്പോൾ ഒന്നും കൂടി കൂടുതൽ നന്നായിട്ട് വരുന്നു മാത്രം. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മുറിച്ച ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതുപോലെ ക്യാരറ്റ് മുറിച്ചതൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഉരുളക്കിഴങ്ങാണ് കൂടുതൽ ഇതിലേക്ക് ചേർക്കുന്നത്. ക്യാരറ്റ് ഒരുപാട് ചേർക്കുന്നില്ല. ക്യാരറ്റിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു കറിക്ക് ഒരുപാട് മധുരരസം അങ്ങോട്ട് വരും. പിന്നെ ക്യാരറ്റൊക്കെ ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോവാതിരിക്കാനും ശ്രദ്ധിക്കാം. ഇപ്പോൾ എല്ലാവർക്കും ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2-ാം പാൽ ചേർത്തിട്ട് അതിലാണിത് വേവിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഗരം മസാലയുടെ പൗഡറാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് തന്നെ ചേർക്കാം. ഒരുപാട് ഒരു മസാലയുടെ ഒരു കൊത്തൊന്നും ഒരിക്കലും ഒരു കറിയിലും ഉണ്ടാവരുത്. പിന്നെ അടച്ചു വെച്ച് ഞാനിതൊന്ന് വേവിച്ചെടുക്കണം. ആ ഒരു സമയത്ത് ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ എടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടിയിലേക്ക് ഞാൻ ഉപ്പും അതുപോലെ എണ്ണയും ഒഴിച്ചിട്ട് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ്
കുഴച്ചെടുക്കണത്. എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പിന്നെ അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ചപ്പാത്തി നമുക്കിപ്പോൾ കറിയുടെ കൂടെ പെട്ടെന്ന് പരത്തി ചുട്ടെടുക്കാവുന്നതന്നെയുള്ളൂ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഒരുപാട് കട്ടിയായിട്ട് അങ്ങനെയല്ല കേട്ടോ കുഴച്ചെടുക്കണത്. കുറച്ച് ലൂസായിട്ട് നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന സമയത്ത് എണ്ണ ചേർത്ത് കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് സമയം കൂടെ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ആ ഒരു ഗോതമ്പ് പൊടി എന്ന് പറയുന്നത്. അപ്പോഴേക്കും ഇടയ്ക്കൊന്ന് ഈ ഒരു കറി ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് എന്താ പറയുക പരത്തി ഓരോന്നും ചുട്ടെടുക്കാൻ ഞാൻ തവ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്ന് പരത്തിയിട്ട് അതിട്ടിട്ട് അങ്ങനെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. പലരും പറയാറുണ്ട് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും എന്താ പറയുക നല്ല ഹാർഡായിട്ടാണ് വരേണ്ടതെന്ന്. അങ്ങനെയുള്ളവർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എണ്ണ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. എന്താ പറയുക, കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ പിന്നെ അങ്ങനെ കുഴപ്പ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ചപ്പാത്തി ഓരോന്നിട്ട് ചുട്ടെടുക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ കറിയും റെഡിയായെന്നൊക്കെ നോക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് ഞാൻ ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി ആയിട്ടല്ല തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ ചപ്പാത്തി തിരിച്ചിട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് എന്താ പറയുക വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയും ആ ഒരു സമയം കൊണ്ട് റെഡി ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു കറി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1-ാം പാല് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-ാം പാല് നന്നായിട്ട് ഒന്ന് കുറുകി കഷ്ണങ്ങളൊക്കെ വെന്ത സമയത്ത് പിന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടി നന്നായിട്ട് ഇതുപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കാഷ്നറ്റും കൂടിയും ചേർത്ത് കൊടുക്കണം. കാഷ്നറ്റ് ഓപ്ഷണലാണ്. ഈ ചിക്കൻ സ്റ്റൂ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കാഷ്നറ്റ് ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളാണ്. നാളികേരപ്പാലിൻ്റെ ഫ്ലേവറും അതിൽ സോക്കായിട്ടുള്ള ആ ഒരു കാഷ്നറ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ എന്താ പറയുക, ഒന്ന് കാഷ്നറ്റും ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് എല്ലാം കൂടി ആ ഒരു ചിക്കൻ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം നല്ല കുറുകിയ ചാറോട് കൂടി തന്നെയാണ് തയ്യാറാക്കി എടുക്കണത് കേട്ടോ ഈ ഒരു രീതിയിൽ. അപ്പോഴേക്കും നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ണങ്ങളൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വേവിച്ചെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റ് ആയിട്ട് വരിക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് എന്താ പറയുക ഒന്ന് മാഷ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇപ്പോൾ നാളികേരപ്പാൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള കാരണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ എന്തായിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതുള്ളൂ. നമ്മുടെ കേരള ഡിഷസിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ. അപ്പം, ഇടിയപ്പം, ബ്രെഡ്, അതിൻ്റെയൊക്കെ കൂടെ പത്തിരി, അങ്ങനത്തെ കോമ്പിനേഷൻസിൻ്റെയൊക്കെ കൂടെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു ലഞ്ച് മെനുവും കൂടി ഉണ്ടാക്കുന്നത് കാണാം. കുറച്ച് ലഞ്ച് ഐറ്റംസ്, ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയ സമയത്ത് അവിടെ നിന്ന് ഇതുപോലത്തെ പച്ചപ്പയർ കിട്ടിയിരുന്നു, മണിപ്പയർ എന്നൊക്കെ പറയില്ലേ. സാധാരണ ഇവിടെ എനിക്ക് എന്താ പറയുക ഇങ്ങനത്തെ മണിപ്പയറൊന്നും കിട്ടാറില്ല കേട്ടോ. ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു കേരളത്തിന് പുറത്തൊരു സ്ഥലത്ത് ഈ ഒരു സംഭവം എനിക്ക് കിട്ടണത് തന്നെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് ട്രയലിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഞാൻ തലേ ദിവസം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. കുക്ക് ചെയ്യണ സമയത്ത് നമ്മളിത് ക്ലീൻ ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ പൊതുവേ ഇഷ്ടമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വന്ന് ക്ലീൻ ചെയ്യാനിരിക്കും. പ്രത്യേകിച്ച് നാട്ടിലൊക്കെ പോണ സമയത്ത് അമ്മയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ വന്ന് അവരുടെ അമ്മയുടെയൊക്കെ കൂടെ ഇരുന്ന് ഇതുപോലെ പയർ നന്നാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പയർ നന്നാക്കിയെടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. വെള്ളം ആവശ്യത്തിനുള്ളൊരു ഉപ്പും കൂടി ചേർത്തിട്ട്, ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്താൽ മതിയല്ലോ. ഒരു വിസിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആവശ്യത്തിന് തന്നെ വെന്ത് വരും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചോറും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലുള്ള നാടൻ കറികളുടെ കൂടെ നല്ല കുത്തിരി ചോറൊക്കെ അല്ലേ നല്ല അടിപൊളി കോമ്പിനേഷൻ. എനിക്കും ഇതുപോലെ നാടൻ കറികൾ, നമ്മുടെ കേരള റൈസ്, പാലക്കാടൻ മട്ട, അതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതലിഷ്ടം. പിന്നെ ഞാനതിവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ വെണ്ടക്കായ, ഇതും മാർക്കറ്റിൽ നിന്ന് കിട്ടിയത് തന്നെയായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ കടകളിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും ഒരുപാട് ഫ്രഷ് ആയിട്ട് തോന്നി ഈ ഒരു പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ.
ഇതിപ്പോൾ കുറച്ച് ദിവസം ഫ്രിഡ്ജിലിരുന്നതിന് ശേഷം ഉണ്ടാക്കുന്നതാണ്, എന്നാൽ പോലും നന്നായിട്ട് തന്നെ തോന്നി. അപ്പോൾ വെണ്ടക്കായൊക്കെ ഞാൻ മുറിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് വലുപ്പത്തിന് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കുകയാണ്, വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം. കണ്ടില്ല ഈ ഒരു രീതിയിൽ. അപ്പോൾ വെണ്ടക്കായ്ക്ക് മുറിക്കുമ്പോൾ പുഴു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ച് തന്നെ മുറിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ വെണ്ടക്കായ തോരൻ അതുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്, അതുപോലെ അതിൻ്റെ കൂടെ സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് രണ്ടിനും വേണ്ടിയിട്ട് എന്താ പറയുക, 2 സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാനിത് മുറിച്ചെടുക്കണത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ അങ്ങനെ മുറിച്ച് മാറ്റി വെച്ചു. പിന്നെ മുരിങ്ങക്കായ ഒന്ന് എന്താ പറയുക, അതിൻ്റെ തൊലി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞ് മുറിച്ചങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഉരുളക്കിഴങ്ങ്, തക്കാളി, സവോള, ചെറിയുള്ളി അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് തൊലി കളഞ്ഞതിന് ശേഷം അതും ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ കളറ് മാറുന്ന പ്രശ്നമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്താ പറയുക, ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. പിന്നെ ക്യാരറ്റ് അതും മുറിച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിടുന്നത്. ഞാൻ സാമ്പാറിൽ അങ്ങനെ ഒരുപാട് കഷ്ണങ്ങൾ, എല്ലാ കഷ്ണങ്ങളും അങ്ങനെ ചേർക്കാറില്ല. പല സ്ഥലങ്ങളിലും എനിക്കറിയാം എല്ലാ കഷ്ണങ്ങളും ചേർക്കും. ഇപ്പോൾ എന്താ പറയുക, വഴുതിരിങ്ങ വരെ ചേർക്കുന്നവരുണ്ട് സാമ്പാറിലൊക്കെ. പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ സാമ്പാറിൽ എല്ലാ കഷ്ണങ്ങളും ചേർക്കില്ല. പിന്നെ ഓരോ ഫാമിലിക്ക് അനുസരിച്ചും അങ്ങനെയൊക്കെ വ്യത്യാസം ഉണ്ടാവും. സദ്യകളിലാണെങ്കിലും ഞങ്ങളുടെ അവിടെയൊന്നും സാധാരണ രീതിയിൽ വഴുതിനിങ്ങ അതുപോലുള്ള കാര്യങ്ങളൊന്നും ചേർക്കാറുമില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് ചെറിയുള്ളി മുറിച്ചിട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പയറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് കുഴപ്പമില്ല, നമുക്ക് ഇതിൻ്റെ കൂടി ഇട്ടിട്ട് വറ്റിച്ചെടുക്കാവുന്നതുള്ളൂ. പിന്നെ വേറൊരു കടായിൽ ഞാൻ ഇതുപോലെ ചെറിയുള്ളി കുറച്ച് മുറിച്ചതും അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ച് കൊടുത്ത ആ ചെറിയുള്ളി നല്ല ബ്രൗൺ കളറായ സമയത്ത് അതിലേക്ക് ചതച്ച മുളകും അതുപോലെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് ചെയ്യൊരു പയറുണ്ടല്ലോ, മണിപ്പയർ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വറ്റി വരണ വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോഴേക്കും അത്യാവശ്യം നല്ല എന്താ പറയുക, ഡ്രൈ ആയിട്ട് എല്ലാ കാര്യങ്ങളും ആ ഒരു പയറിൽ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കടായിൽ വെച്ച് കൊടുത്ത ആ ഒരു ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്കും മഞ്ഞൾപ്പൊടി അതുപോലെ ചതച്ച മുളകൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരം ചെരുകിയതാണ് ഞാൻ ഇട്ട് കൊടുക്കണത് കേട്ടോ. ഒരുപാട് അളവിലൊന്നും വേണ്ട. എന്നിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് മിക്സായിട്ട് വരണ ആ ഒരു സമയത്ത് അതിലേക്ക് വെണ്ടക്കായ നമ്മൾ ചെറുതായിട്ട് മുറിച്ചുല്ലോ അതിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം തുറന്ന് വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. വെണ്ടക്കായ ആകുമ്പോൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ അവിടെ വേറൊരു അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാമല്ലോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയോ. അപ്പോൾ നമ്മുടെ മണിപ്പയർ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. അടിപൊളിയല്ലേ, ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളിയാണ്. പക്ഷേ ഇവിടെ കിട്ടണ പയർ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണ ആ ഒരു നാടൻ പയറിൻ്റെ അത്രയ്ക്കൊരു ടേസ്റ്റൊന്നുമില്ല. പക്ഷേ വേറെ കിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് കഴിക്കാവുന്നതൊക്കെ ഉള്ളൂ കേട്ടോ. കുറച്ചും കൂടി വലിപ്പം തോന്നി അതിനേക്കാളും ഈ പയർ കാണുമ്പോഴേ. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് പരിപ്പെടുത്തിട്ട് കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറൊരു കടായിലേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ചേർത്ത് കൊടുക്കണത് കുറച്ച് എന്താ പറയുക, മല്ലി അതുപോലെ ഉഴുന്ന് പരിപ്പ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ മുഴുവനോട് കൂടി മല്ലി ഒക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് വറുത്തരച്ച കറികളിലൊക്കെ മുഴുവനോട് കൂടി മല്ലി ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടും. കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളികേരം ചെരുകിയതും ഒരു സവാളയുടെ പകുതി, ഒരു ചെറിയ കഷ്ണം സവാള മുറിച്ചതും കൂടിയും, അല്ലെങ്കിൽ ഉള്ളിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഉള്ളി തോലി കളയാനുള്ള മടി കാരണമാണ് ഞാൻ സവാള ചേർത്തത്. സവാളയാണെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എല്ലാം ഉണ്ടാവുമല്ലോ. പിന്നെ അതിലേക്ക് കായം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഒന്ന് എന്താ പറയുക, റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു. ഒന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയും കായും ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇത് നന്നായിട്ട് തണുത്ത് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കോളിഫ്ലവർ കഴിഞ്ഞ ദിവസം നമ്മൾ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ചൂടായതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു കോളിഫ്ലവർ സംഭവങ്ങളൊക്കെ ഒന്ന്
വറുത്ത് മാറ്റിയെടുക്കണം കേട്ടോ. നല്ല ചൂടോടുകൂടി നല്ല കോളിഫ്ലവർ ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ അടിപൊളിയല്ല, കുട്ടികളും എല്ലാവരും ഇഷ്ടപ്പെടില്ല. അപ്പോഴേക്കും നമ്മുടെ ഈ വെണ്ടക്കായ മെഴുക്കുവരട്ടിയല്ല, വെണ്ടക്കായ തോരനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കോളിഫ്ലവർ വേണ്ടി ഇരുന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പെടുത്ത സമയത്ത് തെറ്റിയിട്ട് കടലപ്പരിപ്പായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതാണ് പരിപ്പ് റെഡിയായി വരാത്തത്. സാധാരണ തൂരപ്പരിപ്പ് വയ്ക്കണമെങ്കിൽ ഒരു വിസിൽ കൊടുത്താൽ തന്നെ പെട്ടെന്ന് വെന്ത് വരില്ല. പക്ഷെ കടലപ്പരിപ്പ് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. ഈ പ്രാവശ്യം ഈ ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിച്ച സമയത്ത് അനുപണ്ണായിരുന്നു കുപ്പിയിലൊക്കെ ഈ പരിപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ പരിപ്പ് എടുത്തപ്പോൾ തന്നെ, സാമ്പാറിന് എടുത്തപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു കടലപ്പരിപ്പാണോന്ന്. പിന്നെ ഞാനതിൽ ഇട്ട് കൊടുത്തു. അത്രയ്ക്ക് ശ്രദ്ധിച്ചില്ലേ വീഡിയോ എടുക്കണ ആ ഒരു സമയത്ത്. പിന്നെ വേവാതെ ഇപ്പോഴാണ് മനസ്സിലായത് കടലപ്പരിപ്പാന്ന്. അപ്പം എന്താ ഞാൻ പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ചിട്ട് അതൊന്ന് മാഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത്. കടലപ്പരിപ്പ് ഉപയോഗിച്ചിട്ടും സാധാരണ രീതിയിൽ ഇപ്പോൾ തമിഴന്മാരൊക്കെ കണ്ടിട്ടുണ്ട്, സാമ്പാർ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്, പലരും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ നന്നായിട്ട് വെന്തുടഞ്ഞ ആ പരിപ്പിലേക്ക് ഞാൻ നമ്മൾ മുറിച്ച് വെച്ച തക്കാളി, സവോള, പിന്നെന്താ മുരിങ്ങക്കായ, അതുപോലെയുള്ള കാര്യങ്ങൾ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കോൽപ്പുളി, അതും നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി നമ്മൾ കുക്കറിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കഷ്ണങ്ങൾ ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞ് കുഴഞ്ഞൊന്നും പോവില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് മുരിങ്ങക്കായും ചില കഷ്ണങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വെന്ത് ഉടഞ്ഞു പോയാലും അത്രയ്ക്ക് ഒരു സാമ്പാർ ടേസ്റ്റി ആയിട്ട് വരില്ല. ഞാൻ സാധാരണ കുറച്ച് അധികം കഷ്ണങ്ങൾ സാമ്പാറിൽ ചേർത്ത് കൊടുക്കും. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കഷ്ണങ്ങൾ അങ്ങനെയൊക്കെയാണ് കൂടുതൽ ചേർത്ത് കൊടുക്കാറ്. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഒരു വിസിൽ വരണ വരെ വേവിച്ചെടുക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ എന്താ പറയുക, ഒരു വിസിൽ വരുമ്പോഴേക്കും പ്രഷർ റിലീസ് ചെയ്തതിന് ശേഷം പിന്നെ അത് തുറക്കുകയാണ് ചെയ്യണത് കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകും. പിന്നെ അതിലേക്ക് വെണ്ടക്കായും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് അങ്ങനെയാണ് വേവിച്ചെടുക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഞാൻ തന്നെ ഈ ഒരു മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വറുത്തരച്ച മസാല, അതായത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നല്ലോ, ആ ഒരു സംഭവങ്ങളെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി ആ ഒരു എന്താ പറയുക, അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു സാമ്പാറായിട്ട് വരണമല്ലോ, ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് റെഡി ആയിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ലൂസാക്കണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക്, വറ്റൽമുളക്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പായിട്ട് സാമ്പാറിലേക്ക് ഞാൻ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഒരു ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണ രീതിയിൽ തൃശ്ശൂർ ഒക്കെ സാമ്പാർ തയ്യാറാക്കുന്ന സമയത്ത് ശർക്കര ചേർത്ത് കൊടുക്കും ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ മധുരരസമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ആ ഒരു സമയത്ത്. പക്ഷേ നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ സാമ്പാറിന് എപ്പോഴും തൂരപ്പരിപ്പ് ചേർത്തിട്ട് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരെ. കടലപ്പരിപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ പലരും മസൂർ ദാലൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. എനിക്ക് തോന്നിയിരിക്കുന്നത് തൂരപ്പരിപ്പ് തന്നെയാണ് എപ്പോഴും ആ ഒരു നാടൻ ടേസ്റ്റ് വരിക. പിന്നെ ഞാൻ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കറിവേപ്പില, ഉണക്കമുളക്, കായം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഈ ഒരു സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ വറുത്തരച്ച സാമ്പാറും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും നല്ലൊരു നാടൻ ടേസ്റ്റ് അല്ലേ വറുത്തരച്ച സാമ്പാർ എന്നൊക്കെ പറയുമ്പോൾ. കഷ്ണങ്ങളൊക്കെ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോരുത്. അപ്പോൾ ശരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. എന്താ പറയുക, നമ്മളുടെ ചോറിൻ്റെ കൂടെയാണെങ്കിലും ഇഡ്ഡലി, ദോശ, അതുപോലുള്ള കാര്യങ്ങളുടെ കൂടെയൊക്കെ ആണെങ്കിലും അടിപൊളിയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ സാമ്പാറും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചോറ് കഴിച്ചാലും, ഞാൻ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല നാടൻ കുത്തരി ചോറും വറുത്തരച്ച് സാമ്പാർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഫീലാല്ലേ, ശരിക്കും പറഞ്ഞാൽ നാട്ടിലത്തെ ഒരു ഫീൽ എന്നൊക്കെ തന്നെ പറയാം. അപ്പോൾ സാമ്പാർ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. കഷ്ണങ്ങളൊന്നും തീരെ ഉടഞ്ഞോ അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല. എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക തോരൻ, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. വെണ്ടയ്ക്കയുടെ പല റെസിപ്പീസും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരുപാട് പേര് കണ്ടിട്ട് ഇപ്പോഴും കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി. അതായത് കുഴഞ്ഞു പോകാത്ത നല്ല രീതിയിൽ തയ്യാറാക്കുന്ന മെഴുക്ക് പുരട്ടി. പിന്നെ നമ്മുടെ മണിപ്പയർ മെഴുക്ക് പുരട്ടി, അതുപോലെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ. അങ്ങനെ ഇന്നത്തെ ലഞ്ച് ഇതാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എന്താണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.